നമസ്കാരം, ഞാൻ മരിയ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. പിന്തുണയുമായി ക്രൈസ്തവ ലോകം. ബംഗാളിൽ കന്യാസ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച ക്രൈസ്തവ സഭകൾ. കൂട്ടമാനഭംഗം മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ്. എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് CBCI. അന്വേഷണം വേഗത്തിലാക്കാൻ മമതാ ബാനർജിയോട് ആവശ്യപ്പെടുമെന്ന് ബിഷപ്പുമാരുടെ സംഘം. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധം. അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. കൊൽക്കത്തയിലെ റാണാഘട്ടിൽ 71-കാരിയായ കന്യാസ്ത്രീ കൂട്ടമാനഭംഗത്തിനിരയായത് കഴിഞ്ഞ ശനിയാഴ്ച. പ്രതികളെ പിടിക്കാൻ മമതയ്ക്ക് മേൽ സമ്മർദ്ദം. കൊന്നതെന്ന് അച്ഛൻ. കർണാടകയിലെ യുവ IAS ഉദ്യോഗസ്ഥൻ DK രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. ആത്മഹത്യ എന്ന സർക്കാർ വാദത്തിൽ വൻ പ്രതിഷേധം. രവി ആത്മഹത്യ ചെയ്യില്ല, സത്യം പുറത്തു വരണം. ആത്മഹത്യ എന്ന സർക്കാർ നിലപാടിൽ ദുരൂഹത. മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് രവിയുടെ കുടുംബം. വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് 180 കോടിയുടെ നികുതി വെട്ടിപ്പ്. മരണത്തിൽ ഭൂമാഫിയയ്ക്ക് പങ്കെന്ന ആരോപണം. CBI അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. 35-കാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച. നെതന്യാഹുവിന്റെ വാഗ്ദത്ത ഭൂമി. ഇസ്രായേൽ പൊതു തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അധികാരത്തിലേക്ക്. റെക്കാർഡ് പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലിക്വിഡ് പാർട്ടി 29 സീറ്റ് നേടിയപ്പോൾ സയനിസ്റ്റ് യൂണിയന് 24 സീറ്റ് മാത്രം. കടുത്ത പോരാട്ടത്തിൽ നെതന്യാഹു അധികാരത്തിലെത്തുന്നത് 4ാം തവണ. തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രത്യേക പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കില്ലെന്ന് നെതന്യാഹുവിന്റെ ടെലിവിഷൻ അഭിമുഖം. തോൽവി സംബന്ധിച്ച മുഖ്യ എതിരാളി ഇസ്ഹാഖ് ഹെർസോഗ്. വിവാദങ്ങളിൽപ്പെട്ട നെതന്യാഹുവിന്റെ വിജയം അപ്രതീക്ഷിതം. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പാളി. എതിർപ്പിന്റെ ഇരട്ട സ്വരം. ധനമന്ത്രി KM മാണിയെ പിന്തുണയ്ക്കുന്നതിൽ എതിർപ്പിന്റെ സ്വരവുമായി പന്തളം സുധാകരനും KPCC വക്താവ് അജയ് തറയിലും. മാണിക്കിന് വേണ്ടത് വിശ്രമമെന്ന് പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ധനമന്ത്രി ശാരീരികമായും മാനസികമായും ക്ഷീണിതൻ. മാണിക്ക് വേണ്ടത് 6 മാസത്തെ വിശ്രമകാലം. വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും പന്തളം സുധാകരൻ. സംഘടനയിൽ മിണ്ടരുതെന്നും ചുണ്ടനക്കരുതെന്നും തനിക്ക് വിലക്കുണ്ടെന്ന് അജയ് തറയിൽ. നിലപാട് വ്യക്തമാക്കാൻ അവസരമില്ലാത്തത് നിർഭാഗ്യകരം. മാണിക്കു പകരം മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് തറയിൽ നേരത്തെ ആവശ്യപ്പെട്ടത് മുന്നണിയിൽ സൃഷ്ടിച്ചത് വൻ വിവാദം. എതിർപ്പ് മുറുകിയപ്പോൾ അവധിയിൽ പോയ തറയിൽ വീര്യത്തോടെ വീണ്ടും. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.